നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് 12 ലെറ്റേഴ്സ് എന്ന ചൈനീസ് ഡ്രാമയുടെ 5ാമത്തെ എപ്പിസോഡാണ്. വീഡിയോയിലോട്ട് പോണതിന് മുമ്പ് ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്തോളൂ, ഹൈപ്പ് ചെയ്യാത്തൊരു ഹൈപ്പ് ചെയ്തോളൂ. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. എപ്പിസോഡിന്റെ ആരംഭത്തിൽ ഹീറോയിന് ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കും. അത് കേൾക്കുന്നത് ആ ലെറ്റർ ബോക്സിൽ നിന്നാണ്. അതിന്റെ അടുത്ത് ചെന്നിട്ട് അതിന് 2 കൊട്ട് കൊടുക്കും. എന്താണ് ഇത് ശബ്ദം ഉണ്ടാക്കുന്നതെന്ന് അറിയാനായിട്ട്. പതിയെ അവര് പൂട്ടെടുത്ത് അത് തുറന്നു നോക്കും. തുറന്നു നോക്കുമ്പോൾ ഹീറോയിൻ എഴുതിയ ആത്മഹത്യക്കുറിപ്പില്ലേ അവൾ ഈ ലെറ്റർ ബോക്സിൽ ഇട്ടത്, അത് മാഞ്ഞു പോയി 2026 പോയിട്ട് ഇപ്പൊ തിരിച്ചു വന്നേക്കാണ് 1996. ആ സെക്യൂരിറ്റി കാലി പേപ്പറല്ല ഇട്ടത്, ആത്മഹത്യക്കുറിപ്പാണ് ഇട്ടത്. ഇത് കാണുമ്പോൾ ഹീറോയിനും ഒന്നും മനസ്സിലാവത്തില്ല. കാണാതെ പോയ ലെറ്റർ ഇപ്പൊ തിരിച്ചു വന്നേക്കാണ്. ഇനിയിപ്പം ഈ ലെറ്റർ അതിനകത്ത് വല്ലതും കുടുങ്ങിക്കിടന്നോന്ന് അറിയാനായിട്ട് ലെറ്റർ ബോക്സ് ചരിച്ചിട്ട് നോക്കും. മണ്ടയിലോട്ട് കൈയൊക്കെ ഇട്ട് നോക്കും. എന്നാൽ അവിടെ തങ്ങി നിൽക്കാൻ പറ്റുന്ന ഒന്നുമില്ല. ഇവർക്ക് മനസ്സിലാവുന്നില്ല എന്താ സംഭവിച്ചെന്നുള്ളത്. അതുപോലെ തന്നെ ഇപ്പം വന്ന ആത്മഹത്യക്കുറിപ്പില്ലേ, അത് ഹീറോയിൻ നേരത്തെ എഴുതിയത് തന്നെയാണ്. ആ പേപ്പറിനകത്ത് ഒരു പ്രത്യേകതയുണ്ട്. അതിനകത്തൊരു സ്റ്റാമ്പ് പതിപ്പിച്ചിട്ടുണ്ട്. അത് ഹീറോയിൻ ശ്രദ്ധിക്കുന്നുണ്ട്. പ്രസന്റിലോട്ട് വന്നാൽ, അതായത് 2026 വന്നാൽ അവിടെ തന്നെ മോളും മോനും പിന്നെ സെക്യൂരിറ്റിയും ഉണ്ട്. മോൻ അവരെ വിശ്വസിക്കുന്നില്ല. മോനെ പറ്റിക്കാനായിട്ട് സെക്യൂരിറ്റിയും മോളും കൂടെ മാജിക് ട്രിക്ക് എന്തോ പഠിച്ചിട്ട് ചെയ്യുന്നതാണെന്നാണ് അവൻ വിചാരിച്ചിരിക്കുന്നത്. അവനോട് പറഞ്ഞു നോക്കുന്നുണ്ട് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന്. എന്നാൽ അവൻ വിശ്വസിക്കുന്നില്ല. ഈ സെക്യൂരിറ്റി ആണെങ്കിൽ അവന്റെ ഒരു പലകയുടെ വാളുണ്ട്, പിശാചുകളൊക്കെ ഓട്ടിക്കുന്നത്. അതെടുത്ത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വീശയും മറിയും ചാടയൊക്കെ ചെയ്യും. ഇത് കാണുമ്പോൾ ഇവന് പ്രാന്താണ്, അല്ലെങ്കിൽ ഇവൻ നമ്മളെ പറ്റിക്കാനായിട്ട് ചെയ്യുന്നതാണെന്ന് ഈ മോൻ വിചാരിക്കും. മോൻ ഇതിലൊന്നും വിശ്വാസമില്ല. അവൻ ഫിസിക്സിൽ വിശ്വസിക്കുന്ന ആളാണ്. ഫിസിക്സ് അത്യാവശ്യം നന്നായിട്ട് അറിയാം. അവൻ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. വീണ്ടും 1991 വന്നാൽ ഹീറോയിനും കൂടെ ആ കടയുടെ അകത്ത് വരും. ഈ സ്റ്റാമ്പുള്ള പേപ്പർ ഇവർ ആ കടയിൽ എവിടെയോ കണ്ടിട്ടുണ്ട്. അതാണ് തപ്പി നോക്കുന്നത്. എന്നാൽ തപ്പി നോക്കിയിട്ട് വലുതായിട്ടൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ആരാണ് ഈ ലെറ്റർ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് എന്നറിയാൻ വേണ്ടിയിട്ട് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. 2026 വന്നാൽ മോനോട് എത്ര പറഞ്ഞിട്ട് അവൻ വിശ്വസിക്കുന്നില്ല. സാധാരണ മനുഷ്യർ ആരെങ്കിലും വിശ്വസിക്കുമോ? അവൻ ഫിസിക്സ് പറയാൻ തുടങ്ങും. ഒരു ഒബ്ജക്റ്റ് ഒരിക്കലും എയറിൽ ഡിസോൾവ് ആവത്തില്ല എന്നും പറഞ്ഞ് അവൻ തർക്കിക്കാൻ നിൽക്കും. ഹീറോയിൻ അവനോട് തർക്കിക്കാൻ വയ്യ. അവൾ അവളുടെ ബാഗ് എടുത്ത് വീട്ടിലോട്ട് നടക്കാൻ തുടങ്ങും. സെക്യൂരിറ്റി പിടിച്ചു നിർത്താൻ നോക്കുമെങ്കിലും അവൾ അവനെ നിന്ന് മൈൻഡ് ചെയ്യാതെ നടന്നു പോകും. പിറകെ തന്നെ അവനും നടന്നു വരും. ആര്? മോനാണ് നടന്നു വരുന്നത്. അവന് പോകാൻ വേറെ സ്ഥലമൊന്നുമില്ല. ഇല്ലെങ്കിൽ അത്രയും ദൂരം ട്രാവൽ ചെയ്തിട്ട് അവന്റെ വീട്ടിൽ പോകണം. ഇപ്പൊ തൽക്കാലത്തേക്ക് മോളുടെ വീട്ടിൽ തങ്ങാനാണ് അവൻ വന്നേക്കുന്നത്. ഒരു സ്കാമറിന്റെ പിറകെ വരണ്ടെന്ന് പറയും. പക്ഷെ അവൻ പറയും നീ എന്റെ വീട്ടിൽ വന്ന് ചെക്ക് ചെയ്തില്ലേ, ഇനി ഞാൻ നിന്റെ വീട്ടിൽ വന്ന് ചെക്ക് ചെയ്യട്ടെന്ന്. ഇതും പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ മോളുടെ വീട്ടിൽ പോകും. അവൻ വീട്ടിന്റെ അകത്ത് കയറി വന്ന് ഓരോ മുക്കും മൂലയും അരിച്ചു പറക്കാൻ തുടങ്ങും. ബാത്റൂം ചെക്ക് ചെയ്യും, ബെഡ്റൂം ചെക്ക് ചെയ്യും, കട്ടിലിന്റെ അടി ചെക്ക് ചെയ്യും. അവന്റെ അമ്മ എവിടെയെങ്ങാണ് ഒളിപ്പിച്ചു വെച്ചോന്ന് അറിയാൻ വേണ്ടിയിട്ട് മോള് പറയും ദാ വേറൊരു കട്ടിൽ അവിടെ കിടപ്പുണ്ട്, അതുകൂടെ പോയി നോക്ക്. സോഫകൾ ഇവിടെ കിടപ്പുണ്ട്, അതിന്റെ അടിയിൽ പോയി നോക്ക്. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഞാൻ പറയുന്നത് നിനക്ക് വിശ്വസിച്ചൂടെ? എന്റെ അച്ഛനെയും കാണാനില്ല. ഇത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ ഇതിനെപ്പറ്റി അവിടെ നിന്ന് ഡിസ്കസ് ചെയ്യും. അവരോരോ കാര്യങ്ങൾ അച്ഛനെയും അമ്മയും പറ്റി പറയുമ്പോഴായിരിക്കും ഹീറോയിന്റെ മനസ്സിലോട്ട് ആ ടിന്നില്ലേ, ഏത് ആ ഒരു മെറ്റൽ ബോക്സ്, അതിന്റെ കാര്യം ഓർമ്മ വരുന്നത്. ഹീറോയിൻ പെട്ടെന്ന് തന്നെ ഓടിപ്പോയി എടുത്തിട്ട് വരും. അത് അവനെ കൊണ്ടുവന്ന് കാണിക്കും. ഇവന്റെ അമ്മയുടെ കയ്യിലും സെയിം അത് കണക്കത്തെ പെട്ടിയുണ്ട്. ആ പെട്ടിയിലുള്ള കുറച്ച് ട്രെയിൻ ടിക്കറ്റ്സ് കാണിച്ചു കൊടുക്കും. അതെന്ന് വെച്ചാൽ ഈ സ്ഥലത്തുനിന്ന് പഴയ കാലത്ത് ആ ടൗണിലോട്ട് പോകുന്ന ടിക്കറ്റ് ആണ്. ആ ടൗണിന്റെ പേര് ഇപ്പൊ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടിക്കറ്റിൽ അങ്ങനെയാണ് പേര് കൊടുത്തേക്കുന്നത്. അത് അവനോട് പറയും. അവൻ പറയുന്നത് നിന്റെ അച്ഛൻ എന്റെ അമ്മയെ വളയ്ക്കാനായിട്ട് വന്നതാണെന്നാണ്. ഇതും പറഞ്ഞ് രണ്ടുപേരും അവിടെ കിടന്ന് അടിയുണ്ടാക്കും. വഴക്ക് കൂടും അങ്ങോട്ടും ഇങ്ങോട്ടും. മോൻ കുറച്ച് വിശ്വസിക്കുന്നുണ്ട്. കാരണം ആ ടിന്നൊക്കെ കാണിച്ചു കൊടുത്തില്ലേ. ഇനി അവള് കള്ളിയാണോന്നും അറിയാൻ പാടില്ല അവന്. എന്തായാലും 1991 നമ്മളെ കൊണ്ടുപോവാണ്. ആ നേരം ഹീറോയിനും ആ കടയിൽ ഒരു ലെറ്റർ എടുത്തിട്ട് നിങ്ങൾ ആരാണ്, ഇതെന്താണ് ഇപ്പൊ തിരിച്ചു വന്നത്, ഇതിപ്പോ ആരാണ് കൊണ്ടിട്ടത്, ഈ ലെറ്റർ ഞാൻ ആത്മഹത്യക്കുറിപ്പായിട്ട് എഴുതിയതാണ്, പിന്നെ ഞാൻ ലെറ്റർ ബോക്സിൽ ഇട്ടതിന് ശേഷം അത് കാണാതായി, ഇപ്പൊ ഇതാ തിരിച്ചു വന്നിരിക്കുന്നു, എന്താ സംഭവം എന്ന് നിങ്ങൾക്ക് അറിയാമോന്ന് അതിനകത്ത് എഴുതി ചോദിക്കും. ഇത് എഴുതി കഴിഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ ആ ലെറ്റർ ബോക്സിൽ ഈ ലെറ്റർ കൊണ്ടുവന്നിടും. എന്നാൽ അവർ ഇട്ടിട്ട് ആ ശബ്ദവും കേൾക്കുന്നില്ല, ആ ലെറ്റർ കാണാതെ പോകുന്നതുമില്ല. 2-3 തവണ ഇട്ട് നോക്കും, എന്നിട്ടും അത് കാണാതെ പോകുന്നില്ല. ഇത് കാണുമ്പോൾ ഹീറോയിന് മനസ്സിലാവും അന്നേ ദിവസം ഇവർക്ക് ലെറ്റർ കിട്ടിയപ്പോൾ പ്രത്യേക ഒരു സമയവും അതുപോലെ ആ പൂച്ചയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പ്രത്യേക സമയം മാത്രമേ ഈ ലെറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തുള്ളൂ. ഇത് ഹീറോയിന് മനസ്സിലാവും. അത് ഹീറോയ്ക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. വീണ്ടും 2026 വന്നാൽ മോനും അവിടെ ഇരിപ്പുണ്ട്. മോള് ആ ലെറ്റർ ബോക്സിൽ ഇടാനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഒബ്ജക്റ്റുകളാണ്. അതുവഴി ട്രാൻസ്ഫോം ആയി പോകുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം എടുത്ത് മോനും കൂടെ ലെറ്റർ ബോക്സിന്റെ അങ്ങോട്ട് പോകും. ആ പെൺകുട്ടി, അതായത് മോള്, ഒരു പൂച്ചയുടെ ഫുഡ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പ്രീമിയാണ് ആ പൂച്ചയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. മോൻ പറയും ഇത്രയും ബുദ്ധിയുള്ള പൂച്ച ലെറ്റർ അടിച്ചോണ്ട് പോകുന്ന പൂച്ചയ്ക്ക് ഈ ഫുഡൊക്കെ അത് എടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? അത് അത്ര മട്ടം പൂച്ചയാണോ? വീണ്ടും 1991 പോവാണ്. അവിടെ പിറ്റേ ദിവസം ആയിട്ടുണ്ട് ഹീറോയിന്റെ സമയത്ത്. അവര് ആ ലെറ്റർ ബോക്സ് നോക്കി നിൽക്കാണ് കറക്റ്റ് സമയത്ത് അതിനകത്ത് ഇടാനായിട്ട്. ഏത്? 12 മണിക്ക്. ആ പൂച്ചയുടെ വിളി കേൾക്കും, പൂച്ച അങ്ങോട്ട് വരെയും ചെയ്യും. അപ്പൊ കറക്റ്റ് ആയിട്ട് ഇട്ടാൽ മതി, അത് അവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ അതിനായി വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. ഈ സമയം നമ്മുടെ കൂട്ടര് മോനും ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട് ആ ലെറ്ററിന് വേണ്ടിയിട്ട്. മോൻ ഇപ്പോഴും വിശ്വാസം വന്നിട്ടില്ല, എന്നാലും ഒന്ന് ഇട്ട് നോക്കാന്ന് തീരുമാനിക്കുകയാണ്. അതിന്
മുമ്പ് ഫോൺ എടുത്ത് ക്യാമറ എടുത്തിട്ട് ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കി അതിന്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ലൈറ്റ് അടിച്ച് നോക്കും. ഈ ലെറ്റർ ബോക്സിന്റെ മണ്ടയിലോട്ടുള്ള ഭാഗത്തെ അതിന്റെ ഒരു ഫോട്ടോ എടുത്ത് വെക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ സമയമാവും. മോൻ പെട്ടെന്ന് തന്നെ ലെറ്റർ ബോക്സിനകത്തോട്ട് ആ സാധനങ്ങളെല്ലാം ഇടും. കുറെ സാധനങ്ങളുണ്ട്, എന്തൊക്കെയോ പേപ്പറും പിന്നെ കുറെ ഒബ്ജക്റ്റുകളൊക്കെ, ഹാർമോണിയൊക്കെ ഉണ്ട്. ഈ നേരം തന്നെ നമ്മുടെ കൂട്ടര് ഹീറോയിനും അപ്പുറത്തെ ടൈം ലൈനിൽ നിന്നിട്ട് കറക്റ്റ് സമയത്ത് തന്നെ അത് ഇടുന്നുണ്ട്. കറക്റ്റ് 12 മണിക്ക്. അപ്പോഴേ അവർക്ക് ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ട്. എന്നാൽ ഇവിടെ കാണിക്കുകയാണെങ്കിൽ മോൾക്കും മോനും നോക്കിയിട്ട് ആ ലെറ്റർ ബോക്സിൽ നിന്ന് അത് മാഞ്ഞു പോയിട്ടില്ല. അത് കറക്റ്റ് താഴെ തന്നെ വന്ന് വീഴുവാണ്. അവര് കൊണ്ടുവന്ന സാധനങ്ങൾ. ഇത് കാണുമ്പോൾ മോന് ഇവരോടുള്ള കുറച്ച് വിശ്വാസം കൂടെ പോകും. മോൻ പറയും നിങ്ങളെല്ലാം കള്ളന്മാരാണെന്ന്. ഹീറോയിൻ ആകെ ദേഷ്യം വരും. എന്റെ അച്ഛനും കാണാതെ പോയി നിൽക്കുക, നിന്റെ അമ്മയും കാണാതെ പോയി നിൽക്കുക, ഈ അവസരത്തിൽ നീ ഇങ്ങനെയാണോടാ പറയുന്നതെന്ന് പറഞ്ഞ് അവന്റെ കോളറിന് കയറി കുത്തിപ്പിടിക്കും. സെക്യൂരിറ്റി വന്ന് പിടിച്ചു മാറ്റും. പിന്നീട് മോൻ പോയി ആ ഇട്ട സാധനങ്ങളൊക്കെ തിരിച്ചെടുക്കുമ്പോഴാണ് അവൻ ഒരു കാര്യം കാണുന്നത്. ഈ ഇട്ട സാധനത്തിന്റെ അടിയിൽ വേറൊരു ലെറ്റർ വന്ന് കിടപ്പുണ്ട്. ഇത് അവൻ ഇട്ടിട്ടില്ല. അവൻ അത് എടുക്കും. ഹീറോയിൻ ഇത് കാണുമ്പോൾ ഓടി വന്ന് ആ ലെറ്റർ എടുക്കും. നിനക്ക് വിശ്വാസമില്ലല്ലോ, ഞാൻ വായിച്ചോളാന്ന് പറഞ്ഞിട്ട് അത് വായിക്കാൻ തുടങ്ങും. അത് ഹീറോയിൻ എഴുതിയ ലെറ്ററാണ്. നിങ്ങൾ ആരാണ്, ഇതെങ്ങനെയാണ് വന്നത്, ഞാൻ ഇട്ട ലെറ്റർ കാണാതെ പോയിട്ട് ഇപ്പൊ തിരിച്ചു വന്നിട്ടുണ്ടെന്ന്. അതുമല്ല, അതിനകത്ത് ഈ മോന്റെ അമ്മയുടെ പേരാണ് എഴുതി വെച്ചേക്കുന്നത്. മോൻ ടെൻഷനായിട്ട് അവൻ എടുത്ത ഫോട്ടോ പരിശോധിക്കും. ഇനി അതിന്റെ മണ്ടയിലെല്ലാം തങ്ങി നിന്ന പേപ്പർ ആണെങ്കിലോന്ന്. എന്നാൽ അവൻ ഫോട്ടോ പരിശോധിക്കുമ്പോൾ അതിന്റെ മണ്ടയിൽ ഒരു പേപ്പറും ഇല്ല. ആ ഫോട്ടോയിൽ വ്യക്തമായിട്ടുണ്ട് അത് കാലിയാണ്. പിന്നെ ഇത് എവിടെ നിന്ന് വന്നു അതവൻ അറിയാൻ പാടില്ല. എല്ലാരും ഞെട്ടി നിൽക്കും, ഈ പേപ്പർ എവിടെ നിന്നാണ് വന്നത്. പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, സാധനങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ പേപ്പറുകളും അയക്കാൻ പറ്റത്തില്ല. ഈ ലെറ്റർ ബോക്സിനകത്തോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്ന ഒരു പേപ്പറുണ്ട്. ആ പേപ്പറാണ് ആ സ്റ്റാമ്പ് പതിപ്പിച്ച പേപ്പർ. അത് പഴയ കാലത്തിൽ മാത്രമേ ഉള്ളൂ. 1991 കാലഘട്ടത്തിൽ ആ സ്റ്റാമ്പ് പതിപ്പിച്ച പേപ്പറുകൾ. അത് ഓർത്തു വെച്ചോണേ, മറക്കല്ലേ. 1991 നമ്മളെ കൊണ്ടുപോവാണ്. അവിടെ രാവിലെ ആയിട്ടുണ്ട്. ഹീറോയിനും രാവിലെ തന്നെ വന്ന് അതിന്റെ അടപ്പ് തുറന്നു നോക്കും, പുതിയ ലെറ്റർ വല്ലതും വന്നിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട്. എന്നാൽ അതിനകത്ത് വന്നിട്ടില്ല. രാത്രിയെ വരത്തുള്ളൂ എന്ന് ഹീറോയിൻ പറയും. ഹീറോയിൻ സ്കൂളിൽ പോണതിന് മുമ്പ് ഹീറോ പറയും, നീ എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യോ, സ്കൂളിൽ പോയിട്ട് ടീച്ചറിനോട് എന്നെ വന്നൊന്ന് കാണാൻ പറയോ, ഞാൻ സ്കൂളിന്റെ ഗേറ്റിന്റെ താഴെ കാണും. ഹീറോയിൻ സന്തോഷപ്പെട്ട്, നീ എന്താ സ്കൂളിൽ വരാൻ പോവാണോ, ഞാൻ ഉറപ്പായിട്ടും പറയാന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും സ്കൂളിലോട്ട്. പിന്നീട് ഹീറോ ഗേറ്റിന്റെ അവിടെ കാത്തു നിൽക്കും. അങ്ങോട്ട് ടീച്ചർ ഈ വിവരം അറിഞ്ഞിട്ട് വരും. ടീച്ചർ വന്നിട്ട് ഗൗരവത്തോടെ നീ എന്താ എന്നെ കാണണമെന്ന് പറഞ്ഞെന്ന് ചോദിക്കും. ഹീറോ പറയും, എനിക്ക് സ്കൂളിൽ തിരിച്ചു കയറിയാൽ കൊള്ളാന്നുണ്ട്, എന്നെ ഒന്ന് സഹായിക്കാമോന്ന്. ടീച്ചർ ഗൗരവത്തോടെ ഞാൻ നോക്കട്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാൻ നിൽക്കുമ്പോൾ ഹീറോ പറയും, മൊട്ട ഒന്നും ചെയ്തിട്ടില്ല, മൊട്ട പാവമാണ്, നമ്മൾ വെറുതെ നിന്നപ്പോഴാണ് അമ്മരൊന്ന് പ്രശ്നം ഉണ്ടാക്കിയത്, നമ്മുടെ തിയേറ്ററെല്ലാം അടിച്ചു നശിപ്പിച്ചു, മൊട്ടയ്ക്ക് ഇതിൽ പങ്കൊന്നുമില്ല, അവനോട് ദേഷ്യം കാണിക്കില്ലേ എന്ന് പറയും. ഈ മൊട്ടയും ടീച്ചറുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ട്, അത് നമുക്കറിയില്ല, മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. ഇപ്പം ടീച്ചർ അവനോട് ആദ്യം നീ നിന്നെ പറ്റി ഓർത്ത് വിഷമിക്കും, പിന്നീട് വേറെ ആൾക്കാരെ പറ്റി ഓർത്ത് നിനക്ക് വിഷമിക്കാന്ന് പറയും. ഇതും പറഞ്ഞ് ടീച്ചർ അകത്ത് കയറി പോകും. ഹീറോയും അവിടെ നിന്ന് പോകും. അടുത്ത സീനിൽ മൊട്ടേനെയാണ് കാണിക്കുന്നത്. മൊട്ട ഒരു ചേട്ടനെ പോലെയാണ് ഹീറോയ്ക്ക് അറിയാലോ. അവൻ പുറത്തിറങ്ങി വരുമ്പോൾ അവന്റെ വാതിലിന്റെ പുറത്ത് എന്തോ കഴിക്കാനുള്ള സാധനം തൂക്കിയിട്ടിട്ടുണ്ട്. അത് നമ്മുടെ പയ്യന്മാരുടെ പരിപാടിയാണ്, ഹീറോന്റെ കളർ മുടിയുടെയും പരിപാടിയാണ്. ഭക്ഷണം കഴിച്ചാലേ ജീവിക്കാൻ പറ്റൂ, ജീവിച്ചാലേ പൈസ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ, അങ്ങനെയാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇതും എടുത്ത് അകത്ത് കയറി പോകാൻ നിൽക്കുമ്പോൾ ക്ലാസ് ടീച്ചർ അങ്ങോട്ട് വരും. ക്ലാസ് ടീച്ചറിനെ കണ്ട ഉടനെ മൊട്ട ക്ലാസ് ടീച്ചറിനെയും വിളിച്ച് അകത്ത് പോയിരിക്കും. ഈ ക്ലാസ് ടീച്ചറിനും മൊട്ടയ്ക്ക് എന്തോ ബന്ധമുണ്ട്, അറിയില്ല. ചിലപ്പോൾ ഇവര് നേരത്തെ പ്രണയിച്ചിട്ടുണ്ടാവാം, പ്രണയിച്ചിട്ടില്ലാവാം, എന്തോ മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. ആ ടീച്ചറിന്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട് എവനോട് സംസാരിക്കുമ്പോഴേ. പക്ഷെ അവന്റെ മുഖത്ത് നോക്കുന്നില്ല, എവനോട് സ്നേഹമില്ലാത്ത രീതിയിലാണ് പെരുമാറുന്നത്. എന്നാൽ അത് കാണുമ്പോഴേ മനസ്സിലാവും ആ ടീച്ചറിന് ഒരുപാട് ഇഷ്ടമാണ് അവനെന്ന്. എവനോട് എന്തെങ്കിലും പറ്റിയോ, നിനക്ക് ശരീരം വല്ലതും വേദനയുണ്ടോ, പോലീസിനോട് കംപ്ലൈന്റ് ചെയ്തുകൂടെ എന്ന് ചോദിക്കും. എന്നാൽ ഈ തെരുവിനൊരു നിയമമുണ്ട്, ഗാങ്സ്റ്റേഴ്സ് തമ്മിൽ എന്തെങ്കിലും അടിയായ അത് ഈ തെരുവിൽ തന്നെ തീർക്കണം, പോലീസിന്റെ അടുത്തൊന്നും പറയാൻ പാടില്ല. അവൻ അത്രയും നേരും നിറയുള്ളവനാണ്. ഇത് ആ ടീച്ചറിനോട് പറയും. ടീച്ചർ ആകെ വിഷമിച്ചിട്ട്, ഇനി നീ ഗുണ്ടാപ്പണിക്ക് പോകാൻ പോവാണോ, പണം പിരിക്കാൻ പോവാണോ, നീ ആ ഗാങ്സ്റ്ററുമായിട്ടുള്ള ബന്ധം വിട്, ഈ തിയേറ്റർ ഒന്നും കൂടെ പണിതെടുത്താൽ മതി. ഇത് കേൾക്കുന്ന അവന്റെ പൈസ ഇല്ല എന്ന് പറയും. ടീച്ചറിന് നേരത്തെ തന്നെ അറിയാം ഇവൻ എല്ലാം നഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്. കുറെ ദിവസമായിട്ട് ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല, ഇവൻ ഇതിന്റെ അകത്ത് തന്നെ അടച്ചിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കിയിട്ടാണ് ഈ ടീച്ചർ ഇങ്ങോട്ട് വന്നേക്കുന്നത്. ടീച്ചർ കുറച്ച് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു, ആ പൈസ എടുത്ത് അവന്റെ കൊടുക്കും. അവന്റെ മുഖത്തൊന്നും നോക്കുന്നില്ല. പോകുന്നതിന് മുമ്പ് ഇത് ലോണാണ്, ഇതെനിക്ക് തിരിച്ചടിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ടീച്ചർ ഇറങ്ങി പോകുന്നത്. ടീച്ചറിന്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട്, എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരാളെ പോലെ. ഈ തിയേറ്ററിന്റെ മണ്ടയിൽ തന്നെ കളർ മുടിയും പിന്നെ ആ പെൺകുട്ടിയുണ്ട്, ആ കാല് വയ്യാത്ത പെൺകുട്ടിയില്ലേ, ആ പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടി അവിടെ ഇരിക്കുകയാണ് ജോലിയൊന്നും ഇല്ലാതെ. തിയേറ്ററൊക്കെ അടിച്ച് തകർത്തില്ലേ. ആ പയ്യൻ അവിടുത്തെ ബെഞ്ചൊക്കെ തുടച്ചോണ്ടിരിക്കുകയാണ്. അവളുടെ വിഷമം കണ്ടിട്ട് അടുത്ത് ചെന്നിരിക്കും. എന്താ പ്രശ്നമെന്ന് ചോദിക്കും. അവള് പറയും, എനിക്ക് ചെയ്യാൻ ജോലിയൊന്നും ഇല്ലല്ലോ, ഞാൻ ഇനി എന്താ ചെയ്യാന്ന്. അവൻ പറയും, നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം ഇവിടെ ചെയ്യാന്ന്. ഇത് കേൾക്കുന്ന അവള് അവന്റെ തോളിൽ ചാരി കിടക്കും. ഇങ്ങനെ റൊമാൻറ്റിക് ആയിട്ട് ഇരിക്കുമ്പോഴായിരിക്കും മൊട്ട വിളിക്കുന്നത്. എടാ ഇറങ്ങി വാ, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. കുറച്ച് ദിവസമായിട്ട് മൊട്ട ഒന്നും മിണ്ടത്തില്ല, റൂമിൽ നിന്ന് പുറത്തിറങ്ങി വരത്തില്ല. ഇത് കേൾക്കുമ്പോൾ ആ പെൺകുട്ടിക്കും എവന് ഒരുപാട് സന്തോഷവും. എവൻ വെപ്രാളപ്പെട്ട് തന്നെ ആ പെൺകുട്ടി
പെൺകുട്ടിയോട് ടാറ്റയും പറഞ്ഞിട്ട് താഴോട്ടിറങ്ങി ചെല്ലും എന്താണെന്നറിയാനായിട്ട്. പിന്നീട് ഹീറോ ഈ വിവരം അറിഞ്ഞിട്ട് ഇവർ മൂന്നുപേരും ആ തിയേറ്ററിൽ കൂടും. മൊട്ട അവരെ വിളിച്ചിട്ട് നിങ്ങൾ കാരണമൊന്നുമല്ല ഈ തിയേറ്ററിൽ ഇത്രയും നാശനഷ്ടം ഉണ്ടായത്, നമുക്ക് ജീവൻ കിട്ടിയത് തന്നെ ഭാഗ്യമാണ്, നിങ്ങൾ അതിനെ പറ്റിയൊന്നും ഇനി ഓർക്കാൻ പാടില്ല, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, ഇനി നമ്മൾ നന്നായിട്ട് മുമ്പോട്ട് ജീവിക്കണം, ഇനി ഒരു വള്ളിയിലും പോയി പിടിക്കല്, ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല, അവന്മാര് പ്രശ്നം ഉണ്ടാക്കാൻ വന്നാലും നമ്മൾ പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല, നമ്മൾ ഇനി മുതൽ ഈ തിയേറ്റർ ഒന്നും കൂടെ ബിൽഡ് ചെയ്തെടുക്കാൻ പോവാണ്, എല്ലാം ഒന്നും കൂടെ ആരംഭിക്കാൻ പോവാണ്, ഇനി ഗ്യാങ്സ്റ്ററുമായിട്ടുള്ള കൂട്ട് നമുക്ക് വേണ്ട, അവനുമായിട്ടുള്ള കണക്ഷൻ കട്ട് ചെയ്തേക്കാം, ഇനി അവനുമായിട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ എല്ലാം നഷ്ടപ്പെടും. ഇത് കേൾക്കുന്ന ബാക്കി രണ്ടുപേർക്ക് പൈസ എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയത്തില്ല. ഹീറോ ചോദിക്കും പൈസ എവിടെ നിന്ന് കിട്ടി, നിങ്ങളുടെ പൈസ ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ കുറച്ച് പൈസയുണ്ട് ഞാൻ തരാന്ന്. ഹീറോ സൂക്ഷിച്ചു വെച്ചേക്കുന്ന പൈസ തരാമെന്നാണ് പറയുന്നത്. എന്നാൽ മൊട്ട പറയും വേണ്ട, എൻ്റെ കയ്യിൽ പൈസയുണ്ട്, നിന്റെ ടീച്ചർ കൊണ്ട് തന്നതാണെന്ന്. എമാർക്ക് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാവും. അതുപോലെ തന്നെ ഇവര് തമ്മിലുള്ള കണക്ഷൻ എമാർക്ക് അറിയാം. കളർ മുടി ഇറങ്ങി ഓടുന്നുണ്ട്, ഞാൻ പോയി ബിയർ വാങ്ങിച്ചിട്ട് വരട്ടോ, നമുക്കിത് ആഘോഷിക്കേണ്ടതെന്ന്. എന്നാൽ തൽക്കാലത്തേക്ക് വേണ്ടെന്ന് പറയും. വീണ്ടും 2026 വന്നാല് മോളും മോനും ലാപ്ടോപ്പ് നോക്കിയിട്ട് ഇന്റർനെറ്റ് വഴി 1991 നടന്ന കാര്യങ്ങൾ നോക്കുകയാണ്. അവരയച്ചത് സെപ്റ്റംബറിലാണ്. മോൾക്കും മോനും മനസ്സിലായി ഇത് 1991 വന്നതെന്നുള്ളത്. അതിന്റെ കൃത്യ ഡേറ്റും കൃത്യ ദിവസം അറിയാം. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ എന്തൊക്കെ നടക്കും, എന്തേലും ഇൻസിഡന്റ് നടക്കോ എന്നൊക്കെ ഗൂഗിൾ നോക്കുകയാണ്. പഴയ ആർട്ടിക്കിൾ വായിച്ചിട്ട് അതിൽ എന്തോ ഒരു സൈക്ലോസ്റ്റോം വരുന്നുണ്ട്, ഈ ചുഴലിയില്ലേ കടലിന്റെ നടുക്ക് വരുന്ന ചുഴലി, അത് വരുന്നുണ്ടെന്ന് ആ ആർട്ടിക്കിളിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് എഴുതിയിട്ട് ഇതിപ്പോ 1991 വരുന്നതെന്ന് കണ്ടുപിടിക്കാന്ന് മോളും മോനും തീരുമാനിക്കും. അതൊരു ലെറ്ററിൽ എഴുതും. ഹീറോയിൻ എഴുതിയ ലെറ്ററിൽ 1991 കൃത്യ ദിവസം എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞുള്ള തീയതികളാണ് അവർ ചെക്ക് ചെയ്തത്. ചെക്ക് ചെയ്തപ്പോൾ കടലിന്റെ നടുക്ക് ഒരു ചുഴലി വരുന്നെന്ന് ഇവർ ഇന്റർനെറ്റ് നോക്കിയപ്പോൾ കണ്ടുപിടിച്ചു. അതാണ് ഇപ്പൊ ലെറ്ററിൽ എഴുതിയിട്ട് കൊണ്ടിടുന്നത്. ഹീറോയ്ക്കും ഹീറോയിനും ഇത് കാണുവാണെങ്കിൽ വിശ്വാസം വരത്തില്ല. ഇനി നടക്കാൻ പോകുന്ന കാര്യമാണ് അവർക്ക് നേരത്തെ തന്നെ ലെറ്റർ വഴി കിട്ടാൻ പോകുന്നത്. മനസ്സിലായോ? അപ്പൊ അവർ വിശ്വസിക്കും അത്. അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഹീറോയിൻ കടയിലിരിക്കുമ്പോൾ പുറത്തുനിന്ന് ശബ്ദം കേൾക്കും. ആ ലെറ്റർ വീഴുന്ന ശബ്ദവും പൂച്ച കഴിയുന്ന ശബ്ദവും. പെട്ടെന്ന് തന്നെ അവൾ പുറത്തിറങ്ങി ആ ലെറ്റർ ബോക്സ് തുറന്നു നോക്കും. അതിനകത്തൊരു ലെറ്റർ ഉണ്ട്. പക്ഷെ ഹീറോ ഇന്ന് വരാന്ന് പറഞ്ഞെങ്കിലും വന്നിട്ടില്ല. 12 മണിക്ക് വരാന്ന് പറഞ്ഞെങ്കിൽ ഹീറോനെ നോക്കുകയാണെങ്കിൽ അവൻ ആ തിയേറ്റർ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയും എല്ലാ ദിവസവും ഇത് റെഡിയാക്കാന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ട്. പൈസ കിട്ടിയതല്ലേ. അവൻ അങ്ങനെ എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും അങ്ങോട്ട് ഹീറോയിൻ വരുന്നത്. ഹീറോയിനെ കണ്ട ഉടനെ അവൻ പുറത്തോട്ട് ഇറങ്ങി ചെല്ലും. ഹീറോയിനെയും ഹീറോനെ ഒരുമിച്ച് കണ്ടപ്പോൾ കളർ മുടിക്കും മൊട്ടയ്ക്കും എന്തോ പോലെ അവന്മാർ രണ്ടുപേരും മാറി നിന്ന് ഇവരൊരു വല്ലാത്ത രീതിയിൽ നോക്കും. കളിയാക്കിക്കൊണ്ടേ കൂട്ടുകാരല്ലേ, എന്തായിരുന്നു ഇവര് തമ്മിലുള്ള കണക്ഷൻ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഹീറോയിൻ വന്നിട്ട് ഹീറോനോട് പറയും ഞാനിത് തുറന്നു നോക്കിയില്ല, നീ വരാൻ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു, നമുക്ക് ഒരുമിച്ച് പോയി തുറന്നു നോക്കാന്ന്. ഹീറോ മൊട്ടയോട് അനുവാദം വാങ്ങിച്ചിട്ട് എവളെയും വിളിച്ചോണ്ട് വേറൊരു സ്ഥലത്ത് വന്നിരുന്ന് ഇത് തുറന്നു നോക്കും, ഈ ലെറ്ററിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് അറിയാനായിട്ട്. അവര് തുറന്നു നോക്കുമ്പോൾ അത് കണ്ട് ഞെട്ടും. 2026 ഞങ്ങൾ, നിങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ പറ്റത്തില്ലെന്നറിയാം, പക്ഷെ വിശ്വസിച്ചാലേ പറ്റത്തുള്ളൂ. ഇനി വിശ്വാസം വന്നില്ലെങ്കിൽ അടുത്ത 10 ദിവസത്തിനുള്ളിൽ കടലിലൊരു ചുഴി വരും. അങ്ങനെ വരുവാണെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് തിരിച്ച് മെസ്സേജ് ഇട്ടാൽ മതി, ലെറ്റർ അയച്ചാൽ മതി. പിന്നെ എന്താ പ്രശ്നമൊന്നുമില്ലേ, ഞങ്ങൾക്ക് അങ്ങോട്ട് ലെറ്റർ അയക്കാൻ പറ്റത്തില്ല. ഈ ഒരു ലെറ്ററിൽ മാത്രമേ ആ പ്രത്യേകതയുള്ളൂ. ഈ ലെറ്റർ മാത്രമേ ലെറ്റർ ബോക്സ് വഴി അങ്ങോട്ടും ഇങ്ങോട്ട് പോകത്തുള്ളൂ. പിന്നെ ആ ലവ് ലെറ്ററിന്റെ കാര്യം ചോദിക്കും. എന്റെ അച്ഛൻ എഴുതിയ ലവ് ലെറ്റർ നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയോന്ന്. അച്ഛനെന്നല്ല ചോദിക്കുന്നത്, അച്ഛന്റെ പേരാണ്. ആ കാലത്തിലുള്ള അച്ഛന്റെ പേര് ഫേക്ക് ആണ്, അത് നിങ്ങൾക്ക് മുമ്പേ മനസ്സിലായതല്ലേ. ആ പേരാണ് ചോദിച്ചിട്ടുള്ളത്. എന്നാൽ ആ പേരിൽ ലെറ്റർ കിട്ടിയിട്ടില്ല, പകരം ഹീറോന്റെ പേരിലെ ലെറ്റർ ആണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർ വിചാരിക്കുകയാണ് അങ്ങനെ ഒരു പേരിലുള്ള ലെറ്റർ അവർക്ക് കിട്ടിയിട്ടില്ല എന്ന്. പക്ഷെ എന്താ ട്വിസ്റ്റ് എന്ന് വെച്ചാൽ ഹീറോന്റെ പേരിലാണ് അത് വന്നേക്കുന്നത്. അപ്പൂപ്പന്റെ ഒറിജിനൽ പേരല്ല, അയാൾ ഫേക്ക് ഐഡിയിലാണ് അവിടെ ജീവിച്ചുകൊണ്ടിരുന്നത്. ഏത് 2026. പിന്നീട് ഹീറോ വീട്ടിൽ പോയിട്ട് ആദ്യം വന്ന ആ ലവ് ലെറ്ററിൽ അതെടുത്ത് വായിച്ചു നോക്കുകയാണ്. അവൻ എന്തോ മനസ്സിലോട്ട് വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആ ലവ് ലെറ്റർ എടുത്ത് പകർത്തി എഴുതും വേറൊരു പേപ്പറിലോട്ട്. അത് കാണുമ്പോൾ വേറെന്തോ പോലെ അവൻ പെട്ടെന്ന് തന്നെ ഓടി ഹീറോയിനെ വന്ന് കാണും. ഹീറോയിനോട് വന്ന് കാര്യം പറയും. ഈ 2 ലവ് ലെറ്റർ ഒരുപോലെ ഇല്ലേ, ഒന്ന് ഞാൻ എഴുതിയതും ഒന്ന് അവിടെ നിന്ന് വന്നതും, ഈ 2 കൈഷ്ണം ഒരുപോലെ ഉണ്ടോ എന്ന് നോക്കിയെന്ന് പറഞ്ഞിട്ട് അതെടുത്ത് കൊടുക്കും. അവള് നോക്കുമ്പോൾ രണ്ടും ഒരുപോലെ ഉണ്ട്. പക്ഷേ ഒന്ന് ഇച്ചിരി സ്പീഡിൽ എഴുതിയതും രണ്ടാമത് ഇച്ചിരി നീറ്റായിട്ട് എഴുതിയതും. ഹീറോ നീറ്റായിട്ട് എഴുതിയതും മറ്റേ അപ്പൂപ്പൻ ഇച്ചിരി വലിച്ചു വാരി എഴുതിയതും. പക്ഷേ രണ്ടും ഒരുപോലാണ്, കൈക്ഷര രണ്ടും ഒന്നാണ്. ഇതവർക്ക് മനസ്സിലാവും. ഇത് കാണുമ്പോൾ ഹീറോയിനെ റൊമാൻറ്റിക് ആയിട്ട് നോക്കും. എന്തുകൊണ്ടാണ് ഭാവിയിലെ ഹീറോയിന് ഇപ്പൊ ഇങ്ങനെ ലെറ്റർ എഴുതിയിരിക്കുന്നത്? അതിനർത്ഥം അവൻ അത്ര ഇഷ്ടമാണെന്നല്ലേ അവളെ. യവനല്ല, ഭാവിയിലെ അപ്പൂപ്പൻ ഹീറോയ്ക്ക്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? ആ അപ്പൂപ്പനാണ് ഇപ്പോഴത്തെ ഹീറോ. കൺഫ്യൂഷൻ അടിക്കണ്ട, ആദ്യം ലെറ്റർ എഴുതിയ അപ്പൂപ്പൻ ഇപ്പോഴത്തെ ഹീറോയാണ്. പിന്നെ ആ കാണാതെ പോയ അമ്മുമ്മ ഹീറോയിനാണ്. ഹീറോയിൻ ഇങ്ങനെ റൊമാൻറ്റിക് ആയിട്ട് നോക്കുമ്പോൾ ഹീറോയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവൻ പതറിയിരിക്കുകയാണ്. അതുമല്ല ആ ലെറ്ററിന് അത്രയും അർത്ഥങ്ങൾ ഉണ്ടായിരുന്നു. അവൻ പലിശ കളക്ട് ചെയ്യുന്ന ആളാണെന്നും അവള് കഷ്ടപ്പാടിലൂടെ കടന്നു പോകുന്ന ഒരാളാണെന്നുമാണ് ആ ലെറ്ററിൽ എഴുതിയിട്ടുള്ളത്. ആ ലെറ്ററിലുള്ള വാക്യങ്ങളൊക്കെ അതൊക്കെ ഭയങ്കര പൊയട്രി ആയിട്ടാണ്, മനസ്സിൽ കൊള്ളുന്ന രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഹീറോയിൻ അവനെ അങ്ങനെ നോക്കി
നോക്കിയത്. ഇത്രയും പോയിട്രി ആയിട്ട് എഴുതണമെങ്കിൽ അത്ര സ്നേഹം ഉള്ളിൽ വേണ്ടേ. എന്തായാലും അവർ തമ്മി നോക്കിയിരിക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ട് 5ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. എന്നാ പിന്നെ അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം. അതിനു മുമ്പ് ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്തോളൂ, ഹൈപ്പ് ചെയ്യാത്തൊരു ഹൈപ്പ് ചെയ്തോളൂ. അപ്പോൾ ഓക്കെ, ബൈ.